ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കൃഷി ബ്ലോഗാണ് ഗൈസ്. നമ്മളെ പറമ്പിൽ പണിയെടുക്കുന്നതിൻ്റെ ചെറിയൊരു സംഭവങ്ങളാണ് ഇന്ന് കാണിച്ചു തരാൻ പോണം. സോ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് തവടയായിട്ടൊരു ജാതി ഉണ്ടായിരുന്നു. ആ ജാതി പോയി. സോ നമ്മളവിടെ ഫുള്ള് കത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. വെള്ളമൊഴിച്ചൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ അവിടെ കളച്ച് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് വെണ്ട തൈയും ചെട്ടി തൈ ചീര ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. സോ എന്തായാലും നമുക്ക് പണിയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്, ഇവിടെ കുറച്ച് കമ്പും ചില്ലകളൊക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. സോ നമ്മുടെ ആ ഒരു ജാതി നമ്മൾ വെട്ടി കളഞ്ഞതിന് ശേഷം അവിടെ കുറച്ചൊന്ന് തീയിട്ട് കുറേയൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുറച്ച് പീസുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇതുപോലത്തെ വലിയ പീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കളയാണ്. നമ്മൾ കളയ്ക്കും മുമ്പ് ഫുള്ളൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ വിറകുകളും പീസുകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കളയ്ക്കാൻ തുടങ്ങാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ഇനി കളയ്ക്കൽ തുടങ്ങണം. അപ്പോൾ അങ്ങനെ നമ്മളതേ കളച്ച് തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കളയ്ക്കണതിന് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് കല്ലും കട്ടയുടെ പീസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കിടപ്പുണ്ട് ഗൈസ്. സോ അങ്ങനെ അതേ നമ്മൾ കളച്ച് രണ്ട് സൈഡിലേക്കും കളച്ചൊരു സെറ്റാക്കി എടുക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കളച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സോ സെറ്റാക്കിയത് എന്തായാലും എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അതിങ്ങനെ 3 തടായിട്ടാണ് എടുത്തേക്കണേ. ഇതൊന്ന് 2, ഈ 2ലായിട്ട് നമ്മൾ വെണ്ടയും ചട്ടിപ്പൂവും പിന്നെ സൈഡിൽ കൂടെ ചീരയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യും. അവിടെ നമ്മൾ മഞ്ഞൾ നടാനുള്ള സെറ്റപ്പാണ് ചെയ്യണേ. അപ്പോൾ അതിൽ അപ്പുറ സൈഡും കുറച്ചുകൂടി നനച്ചിട്ടൊന്ന് കൂടി വെട്ടി കുറച്ചുകൂടി വലുതാക്കാണ്ട്. ഇത് രണ്ടും സെറ്റാണ്. സോ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ തൈകളൊക്കെ മുകളിലിരിക്കണേ. സോ പോയി ആ ഗ്രോ ബാഗ് എടുത്തുകൊണ്ട് നമുക്ക് തൈകൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതാണ് നമുക്ക് നടാനായിട്ടുള്ള നമ്മുടെ വെണ്ട തൈകൾ കുറച്ചധികം ഉണ്ട്. സോ എന്തായാലും നമുക്ക് നട്ട് നോക്കിയിട്ട് വേണം സ്ഥലം സെറ്റാവോ മതിയാവോ എന്നുള്ളതൊക്കെ നോക്കാൻ. സോ എന്തായാലും നടാൻ തുടങ്ങാം. നമുക്ക് ചെറിയൊരു വടി എടുത്തിട്ട് ഓരോ ഓട്ടം ഒന്ന് കുത്തി കൊടുക്കാം. കുറച്ച് ഇറക്കിയിട്ട് നമ്മുടെ തൈനെ ഇറക്കി കൊടുക്കാൻ പറ്റണ ഒരു വലിയ ഓട്ടയാക്കി സെറ്റാക്കിയിട്ട് ഇതൊന്നൊരു പയ്യെ ഇങ്ങനെ വലിച്ചെടുക്കാം. വേര് പൊട്ടാണ്ട് ലൂസായി എടുക്കണതിനും കുഴപ്പമില്ല. അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. മാക്സിമം ഇറക്കി കൊടുക്കാം. അപ്പോൾ പിന്നെ വീഴില്ല. ഇതിങ്ങനെ മൂടി സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഫസ്റ്റ് വേണ്ട തൈ സെറ്റാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഇനി ഇത് ഫുള്ള് സെറ്റാക്കി ഗൈസ്. സോ ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 2 ലൈനിലും ഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയും സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനി ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ നാളത്തെ വ്ളോഗിൽ സെറ്റാക്കി കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതിനൊന്ന് നനച്ച് കൊടുത്ത് സെറ്റാക്കട്ടെ. സോ ഗൈസ്, നമ്മളത് ഫുള്ള് വെള്ളമൊഴിച്ച് ഇങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നാളെ വന്നിട്ട് ബാക്കി സെറ്റായത് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. പിന്നെ അതേ നമ്മൾ ചാലിലൊക്കെ വെള്ളമൊഴിച്ച് നോക്കിയപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ബാക്കി വിശദമായി നാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നമ്മൾ സെറ്റാക്കി നനച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഇവിടെ ചെറുതായിട്ട് ചാറി മഴ പോയിട്ടുണ്ടായി. അതുപോലെ ഇന്ന് രാത്രിയും ചാറാണെങ്കിൽ സെറ്റായിരിക്കും. കുറച്ചുകൂടി അവർക്ക് നല്ല ഊർജ്ജം കിട്ടും. നിങ്ങളവിടെ ഇന്നലെ മഴ പെയ്തോ, ഇന്ന് മഴ പെയ്ത് സാധ്യതയേക്കാൾ കാണുന്നുണ്ടോ എന്തെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. സോ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ നമുക്ക് ബാക്കി ഇതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് വരാം. സോ ബൈ.